ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വൈകുന്നേരം വരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളെല്ലാം പിന്നെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. രാവിലെ ഒരു 6 മണിയാകുമ്പം തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ചോറിനുള്ള വെള്ളം വെക്കലാണ്. അരിയിട്ടപ്പോൾ ഞാൻ നെക്സ്റ്റ് പരിപാടി മോനിക്കുള്ള ഹോർലിക്സ് ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. അത് ഓൻ എഴുന്നേൽക്കുമ്പോഴേക്ക് ഉണ്ടാക്കി വെക്കും. പിന്നെ ഇതാ ചായക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറിൽ പഴവും വെച്ചിട്ടുണ്ട് കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് ചോറിന് സാമ്പാറാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇന്നലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഞാൻ ആവശ്യമുള്ളത് എടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമാണ്. അതവിടെ വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് ചായ ഉണ്ടാക്കുന്നുണ്ട്. ബീൻസാണ് കേട്ടോ വറുക്കുന്നത്. കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും പച്ചമുളകും ഒന്ന് വാട്ടിയതിന് ശേഷം പിന്നെ ബീൻസും പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പിട്ടിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേഗം ചായ കുടിക്കലാണ്. ചായ എല്ലാം കുടിച്ചതിന് ശേഷം മത്തി പൊരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. മസാല വരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം സാമ്പാറും കൂടി ആക്കിയാൽ മതി. സാമ്പാറിനുള്ള പരിപ്പും എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് തന്നെ പച്ചക്കറികളിട്ടിട്ട് ഒന്നിച്ചെന്നെ അങ്ങനെ വേവിച്ചെടുക്കലാണ്. കട്ട് ചെയ്ത് വെച്ച പച്ചക്കറിയും പിന്നെ തക്കാളിയും ചെറിയുള്ളിയും സാമ്പാർ പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്നിച്ചെന്നെ വിസിലടിച്ചെടുക്കലാണ്. പിന്നെ വെന്തതിന് ശേഷം പുളിവെള്ളവും പിന്നെ ഒന്ന് കാച്ചി വയ്ക്കും കേട്ടോ. ഇതാണ് സിമ്പിൾ സാമ്പാർ. പിന്നെ നമ്മൾ സാമ്പാറൊന്ന് കാച്ചിയെടുക്കുന്നുണ്ട്. എണ്ണ കുറച്ചധികം ചൂടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ പണിക്ക് പോയിട്ട് പിന്നെ ഉള്ളിയും കൂടി ഇട്ടേരം കിച്ചൺ മൊത്തത്തിൽ കാച്ചിയെടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ വറ്റൽമുളകെല്ലാം ഇട്ടിട്ടുള്ളത്. പിന്നെ കറിയിലേക്ക് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ആയ പിന്നെ രാവിലത്തെ തിരക്ക് കഴിഞ്ഞിട്ടാണ് ഫുഡെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ ഹസ്ബൻഡ് പോയതിന് ശേഷം ഒന്ന് ബാക്കി ക്ലീനിങ് പരിപാടിയെല്ലാം ചെയ്യാം. ബെഡ്ഷീറ്റിലൊന്ന് സെറ്റാക്കി അപ്പോഴത്തേക്കിന് മക്കൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ മുട്ടയും പഴവും ചായക്ക് ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് നഗറ്റ്സ് എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്ത്
പിന്നെ കാര്യമായ പണിയൊന്നുമില്ല, രാവിലെ തന്നെ ചോറും കറിയും എല്ലാം ആയിട്ടുണ്ടല്ലോ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു. പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊന്ന് പുറത്തെല്ലാം ഇറങ്ങി അന്നേരം കുറച്ചിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.